ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെം എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജിക്കാരുടെ സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലെ 5ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ മലയാള നോട്ട്സ്, പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 5ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റിൻ്റെ പേര് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. സാമൂഹിക മാറ്റം അല്ലെങ്കിൽ പരിവർത്തനം. അതിൽ നമുക്ക് ആദ്യം വരുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ നയങ്ങൾ ഇന്ത്യൻ സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മാറ്റങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു കൊളോണിയൽ മോഡേണിറ്റി എന്ന ഒരു ആശയമുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. കൊളോണിയൽ മോഡേണിറ്റി എന്ന് പറയുന്നത് യൂറോപ്യൻ കൊളോണിയൻ ശക്തികൾ, അതായത് കോളനി ആക്കുന്ന ശക്തികൾ പിടിമുറുക്കിയ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം കൊണ്ടുവന്ന ആധുനികതയുടെ സ്വഭാവത്തെയും അതിൻ്റെ ഗുണദോഷങ്ങളെയും കുറിച്ചുള്ള നിരീക്ഷണങ്ങളാണ്. ഇത് പൊതുവെ UK കേന്ദ്രീകൃതമായ പ്രഗത്ഭതയുടെ ഒരു പ്രതിഫലന മാതൃക മാത്രമല്ല, മറിച്ച് കോളനികളിലെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക വ്യവസ്ഥകളിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു തരത്തിലുള്ള ഒരു ആധുനികതയാണ് ഇത് കൊളോണിയൽ മോഡേണിറ്റി. മോഡേണിറ്റിയാണ് ആധുനികത. ഇവിടെ ബ്രിട്ടീഷ് കൊളോണിയൽ നയങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ് പ്രധാനം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സമൂഹത്തിലുണ്ടായ സാമൂഹിക മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്ന് പാശ്ചാത്യ വിദ്യാഭ്യാസമാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇന്ത്യ തദ്ദേശീയമായ ഗുരുകുല വിദ്യാഭ്യാസവും അതുപോലെ ഇസ്ലാമിക മദ്രസ വിദ്യാഭ്യാസമൊക്കെയാണ് ഇന്ത്യയിൽ കൊടുത്തിരുന്നത്. അത് പ്രധാനമായിട്ടും 1835 മെക്കാളയുടെ വിദ്യാഭ്യാസ നയങ്ങൾ, മിനിറ്റ്സ് ഓഫ് മെക്കാള എന്ന് പറഞ്ഞിട്ട് വരും, നമ്മൾ മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിദ്യാഭ്യാസ നയങ്ങൾ ബ്രിട്ടീഷ് ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു മധ്യവർഗത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ചു. ഇംഗ്ലീഷ് ഭാഷയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഒരു ചെറിയ മധ്യവർഗത്തെ രൂപപ്പെടുത്തി. ഇത് ആധുനിക രാഷ്ട്രീയ, സാമൂഹിക ആശയങ്ങൾ സ്വീകരിക്കാൻ സഹായിച്ചു. ഇനി സ്ത്രീകളുടെയും ദളിതരുടെയും അവകാശങ്ങൾ എന്താ ഉണ്ടായെന്ന് നോക്കുക. സമൂഹത്തിൽ സ്ത്രീ വിദ്യാഭ്യാസം, സതീ നിരോധനം, വിധവാ വിവാഹ പ്രോത്സാഹനം തുടങ്ങിയ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പിലാക്കി. പക്ഷേ ഇവ പരിമിതമായിരുന്നു. ദളിതർക്ക് വിദ്യാഭ്യാസത്തിന് അവസരങ്ങൾ, ബഹുമുഖ തൊഴിൽ മാർഗങ്ങൾ എന്നിവ ലഭിച്ചുവെങ്കിലും അവ ശുദ്ധമായ, സുതാര്യമായ രീതിയിലായിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പോരായ്മ. മറ്റൊന്ന് ആധുനിക നയങ്ങളും ഭരണ നടപടികളുമാണ്. ഇന്ത്യൻ ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പുണ്ടായിരുന്ന നിയമങ്ങൾ ഇല്ലാതാക്കിയിട്ട് പൊതു നിയമം എന്ന് പറയുന്ന ആധികാരികമായ ഒരു നിയമം നടപ്പിലാക്കി. IPC തുടങ്ങിയ നിയമങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഇതിന് ഇരട്ട മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ എതിരെ ഉയർന്നു വന്ന ഒരു വിമർശനം. ഇനി സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ, സാമ്പത്തിക പരിഷ്കാരങ്ങളും അതിൻ്റെ ചൂഷണവുമാണ്. ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയാണ് ഇതിൽ പ്രധാനം. ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടയ വ്യവസ്ഥകൾ ഏർപ്പെടുത്തി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റുവാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ എന്നിങ്ങനെയുള്ള ഭൂനികുതി നയങ്ങൾ കൊണ്ടുവന്നു. ഭാരതീയ കർഷകർക്ക് കഷ്ടപ്പാട്, അതുപോലെ ബ്രിട്ടീഷുകാരോടുള്ള കടമിടപാടുകാരോടുള്ള അമിതമായ അവരുമായിട്ടുള്ള ആശ്രയം, ഇതിനൊക്കെ അത് ഇടവരുത്തി. പിന്നെ ഇന്ത്യൻ കരകൗശല വ്യവസായങ്ങളുടെ തകർച്ചയാണ് മറ്റൊന്ന്. സാമ്പത്തിക രംഗത്ത് ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ വസ്ത്ര വ്യവസായത്തിന് വിപണിയൊരുക്കാൻ ഇന്ത്യൻ പരമ്പരാഗത കരകൗശല വ്യവസ്ഥയെ തകർത്തു. മൂന്നാമത്തത് സാംസ്കാരിക അനന്തരഫലമാണ്. സാമ്പത്തികം കഴിഞ്ഞു, സാമൂഹികം കഴിഞ്ഞു, ഇനി സാംസ്കാരിക അനന്തരഫലം. സാംസ്കാരിക അനന്തരഫലങ്ങളിൽ പാശ്ചാത്യവൽക്കരണം അഥവാ സംസ്കാരത്തിൻ്റെ പുനർജനനമാണ് പ്രധാനമായിട്ടും. അതായത് ബ്രിട്ടീഷുകാരുടെ സാംസ്കാരിക ശൈലി സ്വീകരിച്ച ആംഗ്ലോഫൈൽ വിഭാഗത്തെ അവർ രൂപീകരിച്ചു. ഇനി ദേശീയ ഐഡൻറ്റിറ്റിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമാണ്. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ ജനതയിൽ രാഷ്ട്രീയ ബോധം വളർത്തുകയും ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ ഒരു ഉണർവ് ആളുകളിൽ പ്രകടമാവുകയും ചെയ്തു. ഇനി കൊളോണിയൽ മോഡേണിറ്റി ഇന്ത്യയെ അർദ്ധ ആധുനികതയിലേക്ക് തള്ളിവിട്ടു എന്ന് വേണം പറയാൻ. ബ്രിട്ടീഷുകാർ ആധുനികതയും വിദ്യാഭ്യാസവും നൽകിയെങ്കിലും അത് അവരുടെ ഭരണ താല്പര്യങ്ങൾക്ക് മാത്രം ഗുണം ചെയ്യുന്ന വിധത്തിലുള്ള ഒന്നായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം. ബ്രിട്ടീഷ് ചൂഷണത്തിനിടയിലും ഇന്ത്യയിൽ ആധുനിക ജനാധിപത്യ ചിന്തകളും സാമൂഹിക പരിഷ്കാരങ്ങളും വളർന്നു വന്നു. അതിൻ്റെ ഫലമാണ് ഒരു ശക്തമായ ദേശീയ ചലനവും സ്വാതന്ത്ര്യ സമരവും ഇന്ത്യയിൽ മുന്നോട്ട് വന്നത്. അതാണ് അതിൽ ആദ്യം കാര്യമായിട്ട് ഇതിൽ പറയുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന പ്രധാന സാമൂഹിക നിയമനിർമ്മാണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്.
19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പല നിയമങ്ങളും ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഘടനയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവയിലേറെയും പാശ്ചാത്യ സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചില ഇന്ത്യൻ ആചാരങ്ങൾക്കെതിരായിട്ട് ചട്ടങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഈ നിയമങ്ങൾ ചിലപ്പോൾ ഇന്ത്യൻ ജനതയുടെ വിശ്വാസങ്ങളും പരമ്പരാഗത രീതികളെയൊക്കെ നേരിട്ട് തന്നെ ചോദ്യം ചെയ്യുന്നവയും ആയിരുന്നു. അപ്പോൾ അതിലൊന്ന് സതി നിരോധനമാണ്. 1829 വില്യം ബെൻഡിക് പ്രഭു ആവിഷ്കരിച്ച സുപ്രധാന നിയമമാണ് സതി നിരോധിച്ചുകൊണ്ടുള്ള നിയമം. സതി സമ്പ്രദായത്തിനെതിരെ രാജാറാം മോഹൻ റോയ് അടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശക്തമായ പ്രചാരണം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഈ നിയമം പാസ്സാക്കിയത്. പക്ഷെ നമ്മുടെ ആളുകൾ അതിന് തെറ്റിദ്ധരിക്കുക ചെയ്തത് കേട്ടോ. പിന്നെ രണ്ടാമത്തത് വിധവാ വിവാഹ നിയമമാണ്. 1856 അതൊക്കെ വൺ വേർഡിൽ വർഷം വരും. 1856 വിധവാ വിവാഹ നിയമം. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന ബ്രഹ്മസമാജ പ്രവർത്തകനും മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കളും പിന്തുണച്ചൊരു നിയമനിർമ്മാണമാണ് ഏത് വിധവാ പുനർവിവാഹ നിയമം. അവരുടെ ശ്രമഫലമായിട്ട് ഉണ്ടായതാണ്. കാനിങ് പ്രഭുവിൻ്റെ ഭരണകാലത്താണ് ഈ നിയമം നടപ്പിലാക്കിയത്. ഈ നിയമം വിധവകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാനുള്ള അവകാശം നൽകി. എന്നാൽ ഇത് പ്രായോഗികമായിട്ട് സമൂഹത്തിൽ വലിയ തിരിച്ചടികളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൂന്നാമത്തത് ബ്രാഹ്മണ നിയമങ്ങളുടെ പരിഷ്കരണം അഥവാ ഹിന്ദു വിധവകളുടെ അവകാശങ്ങൾ. 1872 ആദ്യത്തേത്. രണ്ടാമത്തേത് 1876. ഈ കാലഘട്ടത്തിൽ ഹിന്ദു നിയമങ്ങളിലെ ചില വകുപ്പുകൾ പരിഷ്കരിച്ചുകൊണ്ട് ഹിന്ദു വിധവകൾക്ക് കുടുംബത്വത്തിൽ അവകാശം നൽകുന്നതിന് വരെ ഇടവരുത്തിയിട്ടുണ്ട്. ഇനി പ്രായപൂർത്തിയാകാത്ത വിവാഹ നിരോധനം അത് 1891 പാസ്സാക്കിയിട്ടുണ്ട്. സ്ത്രീകളുടെ വിവാഹയോഗ്യത പ്രായം 10 നിന്ന് 12 ആക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. മറ്റൊന്ന് റിലീജിയസ് ഡിസബിലിറ്റീസാണ്. റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയും. 1850 മതമാറ്റം നടത്തിയ വ്യക്തികൾക്ക് അവരുടെ പിതൃപരമ്പരാഗത അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം കൊണ്ടുവന്ന ഒരു നിയമനിർമ്മാണമാണ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഹിന്ദു സമുദായത്തിൽ ഇത് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. കാരണം പരിവർത്തനം ചെയ്യിക്കുന്നവർക്കും അതുപോലെ തന്നെ വസ്തു ആസ്തിയിൽ അവകാശം ലഭിക്കുമെന്നൊരു ഈ നിയമത്തിലൂടെ അവർ വ്യക്തമാക്കി. അതായത് ആരെങ്കിലും ക്രിസ്തു മതത്തിലേക്ക് വരുവാണെങ്കിൽ അവരതാണല്ലോ പ്രചരിപ്പിച്ചിരുന്നത് അല്ലേ. മതത്തിലേക്ക് വരുവാണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് കുടുംബ സ്വത്തിലെ അവകാശം അവർ തന്നെ വാങ്ങിക്കൊടുക്കും, ബ്രിട്ടീഷുകാർ വാങ്ങിക്കൊടുക്കും എന്നൊരു വ്യവസ്ഥ അവർ ഈ നിയമത്തിൽ വെച്ചിരുന്നു. ഇനി ഇന്ത്യൻ പെരുമാറ്റച്ചട്ടം IPC 1860. മെക്കാളെ പ്രഭുവാണ് ഇന്ത്യൻ ക്രിമിനൽ ലോ കോഡ് രൂപകൽപ്പന ചെയ്തത്. നമ്മൾ മെക്കാളെ മിനിറ്റ് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ അദ്ദേഹം. സമൂഹത്തിൽ നയതന്ത്രപരമായ നിയമ നടപടികൾക്കും കുറ്റവാളികൾക്കുള്ള ശിക്ഷാ നടപടികൾക്കും അടിസ്ഥാനമാക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് അല്ലെങ്കിൽ ഒരു നിയമമാണ് IPC കോഡ് എന്ന് പറയുന്നത്. ഈ നിയമം പുരുഷന്മാരുടെ അധികാരം ഉറപ്പാക്കുകയും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ ആദ്യരൂപം കൊടുക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിലെ ഈ നിയമനിർമ്മാണങ്ങൾ ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങളെ, വ്യക്തി സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, കുട്ടികളുടെ സംരക്ഷണം എന്നിവ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് വലിയ പ്രതിരോധവും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെന്ന്. ചരിത്ര വിശകലനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് പ്രതിഷേധങ്ങൾ അതിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനവും വിപ്ലവ ചിന്തകൾക്ക് വഴിയൊരുക്കുകയും ചെയ്ത കുറേ നിയമനിർമ്മാണങ്ങളായിരുന്നു. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് വരുന്നത്. ഓക്കെ, താങ്ക്സ്.